തീക്കാറ്റ് സാജനെ തൃശൂരിൽ എത്തിച്ചു. ഒല്ലൂർ സ്റ്റേഷനിൽ എത്തിച്ച സാജനെ കോടതിയിൽ ഹാജരാക്കും. വാർത്തയുടെ വിവരങ്ങളുമായി അനീഷ് ആന്റണി തൃശൂരിൽ നിന്നും ചേരുന്നു. അനീഷ്, കുപ്രസിദ്ധ തീക്കാറ്റ് സാജനെയാണ് ഇപ്പോൾ തൃശൂരിൽ എത്തിച്ചിരിക്കുന്നത്. വിവരങ്ങൾ എങ്ങനെയാണ്? കുപ്രസിദ്ധ ഗുണ്ട തീക്കാറ്റ് സാജനെ അല്പം മുമ്പാണ് തൃശ്ശൂരിൽ എത്തിച്ചത്. ആദ്യം ഒല്ലൂര് സ്റ്റേഷനിലേക്കാണ് സാജനെ എത്തിച്ചത്. അവിടെ 2 വാറന്റ് കേസുകൾ സാജനെതിരെ ഉണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസമാണ് സാജനെ ഹൈദരാബാദിൽ നിന്നും തെലങ്കാനയിൽ നിന്നും പിടികൂടിയത്. സൈബർ സെല്ലിന്റെ സഹായത്തോടെയാണ് ഈ സാജനെ തെലങ്കാനയിൽ വെച്ച് പിടികൂടുന്നത്. പിന്നീട് ഒല്ലൂർ സിയുടെ നേതൃത്വത്തിലുള്ള സംഘം തെലങ്കാനയിലേക്ക് പുറപ്പെട്ടു. ഇന്നലെ വൈകിട്ട് 6 മണിയോടെ ഒല്ലൂർ സി അടക്കമുള്ള സംഘം തെലങ്കാനയിലെത്തി സാജനെ കസ്റ്റഡിയിലെടുത്തു. തുടർന്ന് സാജനെ ഇന്ന് വൈകിട്ടോടെയാണ് ഒല്ലൂർ സ്റ്റേഷനിൽ എത്തിച്ചത്. ഒല്ലൂർ സ്റ്റേഷനിൽ എത്തിച്ച് നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി അല്പം മുമ്പാണ് തൃശൂർ ജില്ലാ ആശുപത്രിയിൽ വൈദ്യ പരിശോധനയ്ക്ക് എത്തിച്ചത്. ഇപ്പോൾ വൈദ്യ പരിശോധന പൂർത്തിയാക്കി സാജനെ കോടതിയിൽ ഹാജരാക്കാനായി കൊണ്ടുപോയിട്ടുണ്ട്. തുടർന്ന് റിമാൻഡിൽ പോകും എന്നാണ് അറിയുന്നത്. റിമാൻഡിൽ പോയാൽ ഉടൻ പിന്നീട് തൃശൂർ ഈസ്റ്റ് പോലീസ് സാജനെ കസ്റ്റഡിയിൽ വാങ്ങും. സാജൻ ഈ ഒളിവിൽ പോകാനുണ്ടായ കാരണം നമുക്കറിയാം. 6 മാസങ്ങൾക്ക് മുൻപാണ് സാജൻ ഈ ആവേശം സിനിമ മോഡൽ പാർട്ടി തൃശൂർ തെക്കേ ഗോപുരനടയിൽ സജ്ജീകരിച്ചത്. നിരവധി സാജന്റെ അനുയായികൾ ഉൾപ്പെടെ ഉള്ളവർ, പ്രായപൂർത്തിയാകാത്തവർ ഉൾപ്പെടെയുള്ളവർ ഈ തെക്കേ ഗോപുരനടയിൽ എത്തിയിരുന്നു. പക്ഷേ ഈ പാർട്ടി നടത്താനായില്ല. അതിനു മുന്നേ തന്നെ ഈ നീക്കം തൃശൂർ സിറ്റി പോലീസ് പൊളിച്ചു. അവിടെ നിന്ന് സാജൻ എത്തുന്നതിന് മുൻപേ തന്നെ സാജൻ അവിടെ നിന്നും മടങ്ങി. ഈ വന്ന അനുയായികളെ പിന്നീട് ഈസ്റ്റ് പോലീസ് കസ്റ്റഡിയിലെടുത്ത് പ്രായപൂർത്തിയാകാത്തവരൊക്കെ അന്നുണ്ടായിരുന്നു. അവരെല്ലാം ഉപദേശിച്ച് വിടുകയും ഒക്കെ ചെയ്തു. സാജൻ ഈ പാർട്ടി, ഈ ആവേശം മോഡൽ പാർട്ടി പൊളിച്ചതിന്റെ വൈരാഗ്യത്തിൽ സാജൻ പിന്നീട് തൃശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനും അതുപോലെ തന്നെ തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസും ബോംബ് വെച്ച് തകർക്കുമെന്ന് ഫോണിൽ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിനുശേഷം സാജൻ നേരെ ഒളിവിൽ പോവുകയായിരുന്നു. തൃശൂർ സിറ്റി പോലീസിനേറെ നാണക്കേടുണ്ടാക്കിയ ഒരു കാര്യമായിരുന്നു. കാരണം 6 മാസങ്ങൾ കഴിഞ്ഞിട്ടും ഈ സാജനെ പിടികൂടാനായിരുന്നില്ല. സാജൻ ഉത്തരേന്ത്യയിൽ വിവിധ സ്ഥലങ്ങളിലായി ഒളിവിൽ കഴിയുന്ന ഒരു വിവരം തൃശൂർ സിറ്റി പോലീസിന് ലഭിച്ചിരുന്നു. പക്ഷേ സാജനെ പിടികൂടാനായില്ല. ഏറ്റവും ഒടുവിൽ സൈബർ സെല്ലിന്റെ സഹായത്തോടെ ഒല്ലൂർ ACPയും ഒല്ലൂർ CIയുടെ നേതൃത്വത്തിലുള്ള സംഘം സാജനെ ഹൈദരാബാദിൽ തെലങ്കാനയിൽ ഉണ്ടെന്നുള്ള ലൊക്കേറ്റ് ചെയ്തു. പിന്നീട് അവിടുത്തെ പോലീസിന്റെ സഹായത്തോടുകൂടി സാജനെ പിടികൂടി അവിടെ വെക്കുകയായിരുന്നു. പിന്നീട് ഒല്ലൂർ CIയുടെ നേതൃത്വത്തിലുള്ള സംഘം കഴിഞ്ഞ ദിവസം സാജനെ കസ്റ്റഡിയിലെടുക്കാനായി തെലങ്കാനയിലേക്ക്, ഹൈദരാബാദിലേക്ക് പോയി. അവിടെ നിന്നും കസ്റ്റഡിയിലെടുത്താണ് ഇപ്പോൾ ഒല്ലൂർ സ്റ്റേഷനിൽ എത്തിക്കുകയും തുടർന്ന് വൈദ്യപരിശോധന, കോടതിയിൽ ഹാജരാക്കുന്നതിന് മുൻപുള്ള വൈദ്യപരിശോധനയ്ക്കായി തൃശൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചതും. ഈ ജില്ലാ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്കായി എത്തിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സാജനെ കോടതിയിൽ ഹാജരാക്കും. കോടതി റിമാൻഡ് ചെയ്യാനാണ് സാധ്യത. റിമാൻഡ് ചെയ്താൽ തൃശൂർ ഈസ്റ്റ് പോലീസ്, ഈ ബോംബ് ഭീഷണി കേസിൽ തൃശൂർ ഈസ്റ്റ് പോലീസ് സാജനെ കസ്റ്റഡിയിൽ വാങ്ങുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും സാജനെതിരെ 10ലധികം ക്രിമിനൽ കേസുകൾ നിലവിലുണ്ട്. ഒല്ലൂർ സ്റ്റേഷനിൽ മാത്രം 2 വാറന്റ് കേസുകൾ നിലവിലുണ്ട്. ഇതിന്റെ എല്ലാ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇനി ഈസ്റ്റ് പോലീസ് സ്റ്റേഷനും കമ്മീഷൻ ഓഫീസും ബോംബ് വെച്ച് തകർക്കുമെന്ന് പറഞ്ഞ ഭീഷണി കേസിലാണ് തൃശൂർ സിറ്റി ഈസ്റ്റ് പോലീസ് സാജനെ ഇനി റിമാൻഡിൽ പോവുകയാണെങ്കിൽ സാജനെ കസ്റ്റഡിയിൽ വാങ്ങുക. ശരി, കുപ്രസിദ്ധ ഗുണ്ട തീക്കാറ്റ് സാജനെ ഹൈദരാബാദിൽ നിന്നും ഒല്ലൂർ സ്റ്റേഷനിൽ എത്തിച്ചു. വാർത്തയുടെ വിവരങ്ങൾ നൽകുകയായിരുന്നു തൃശൂരിൽ നിന്നും അനീഷ് ആന്റണി.